ഇന്നലെ കുഞ്ഞമ്മയുടെ പെരുമാറ്റത്തില് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും നിനക്ക് തോന്നിയോ? എന്താ ചേച്ചി ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ തോന്നിയോ അത് പറ. അങ്ങനെ ചോദിച്ചാ അസ്വാഭാവികമായിട്ട് ഇല്ല, ഒന്നും തോന്നിയില്ല. എന്റെ ചേച്ചി, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോ കഥകൾ പറഞ്ഞിരിക്കല്ലായിരുന്നോ? എന്ത് കഥകളാ നിങ്ങൾ പറഞ്ഞേ? അതിപ്പോ ഞങ്ങൾ എടി എന്ത് കഥയാണ് നീ പറഞ്ഞതൊന്ന് ഓർത്ത് പറ. അത് ചുമ്മാ സിനിമ കഥ പറയായിരുന്നു ചേച്ചി. സിനിമ കഥയോ? അതെ, കുഞ്ഞമ്മ കുറെ നാള് ജയിലിലായിരുന്നല്ലോ. അപ്പം അന്നേരം കാണാൻ പറ്റാത്ത സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. KGF-ന്റെ കഥ. KGF-ന്റെ കഥയോ? പാർട്ട് 1ഉം 2ഉം പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ടേ കുഞ്ഞമ്മ ഒരേ കരച്ചിലായിരുന്നു. KGF-ന്റെ കഥ കേട്ടിട്ടാ? അതെ ചേച്ചി, ഞാനും ആദ്യമായിട്ട് ഒരാളെ കാണുന്നേ KGF-ന്റെ കഥ കേട്ടിട്ട് കരയുന്നേ. ആരാടി KGF? അതാരും അല്ല അപ്പച്ചി, അതൊരു സിനിമയാ. സിനിമയോ? ആ ഇന്നലെ വന്ന കുഞ്ഞമ്മയ്ക്ക് അവൾ അതിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അപ്പച്ചിക്ക് അവള് പറഞ്ഞു തന്നില്ല. പറഞ്ഞു തന്നോ നീ? എന്റെ അപ്പച്ചി, അത് നമ്മള് കണ്ട സിനിമയാ. റോക്കി ബായുടെ സിനിമയില്ലേ? ഓ, നമ്മുടെ റോക്കി ബായ. അത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എടി എന്നാലും ഈ കുഞ്ഞമ്മയുടെ പോയി ഇനിയിപ്പോ വരുമ്പോ വരട്ടെ. അപ്പച്ചി കഴിച്ചാ? എടി അപ്പച്ചിക്ക് ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കടി. നിന്നോട് നിന്നോട് പറഞ്ഞോ അപ്പച്ചിക്ക് പ്ലേറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ? പ്ലേറ്റോ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതെന്താ പൊട്ടം കടിച്ചോ രാവിലെ? അപ്പച്ചി ഇരിക്കും. എനിക്ക് തോന്നുന്നതേ പരോള് തീർന്നിട്ടുണ്ടാവും. അതായിരിക്കും രാധേച്ചി ആരോടും പറയാതങ്ങ് പോയത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് പോണ്ടേ? മനസ്സിൽ ദണ്ണം ഉണ്ടാവും കുമാരി. അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുന്നവരും തിരികെ ജയിലിലേക്ക് പോകുന്നവരും ഒന്നും ആരോട് യാത്ര പറഞ്ഞിട്ടൊന്നും അല്ല പോകുന്നേ. ഇതിപ്പോ എല്ലാരോടൊന്നും പറയണ്ട. ഇവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ആരും കണ്ടില്ലെന്നടിക്കാം. എന്നും അവളുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നതല്ലേ. അപ്പൊ പിന്നെ പോകുമ്പോ ഒന്ന് അവളോടെങ്കിലും പറയണ്ടേ? അത് ശരിയാട്ടോ. മോളെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കണ്ടാ, കുഞ്ഞിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അവളോട് ഒരുമിച്ച് കടന്നുറങ്ങിയിട്ട് നേരം വെളുത്തപ്പോ ഇല്ലാന്ന് പറഞ്ഞ ആർക്കായാലും വിഷമം വരത്തില്ലയോ? മോശമായിപ്പോയി എന്തായാലും. ഇനിയിപ്പൊ അമ്മ ആശ്രമത്തിലുള്ളതെങ്ങനെ അറിഞ്ഞു കാണോ? അതെങ്ങനാ ഈ വീട്ടിലുള്ള ആരെങ്കിലും പറയാതെങ്ങനെ അവരറിയുന്നത്? ഈ വീട്ടിലുള്ള ആരെങ്കിലും അവരോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെ പ്രാഗി കണ്ണു പൊട്ടിക്കും. വേണ്ടേ മോളെ? വേണം. എന്നാലും ഉമ്മ ഇങ്ങനെ പ്രാഗണ്ട. കണ്ടോ എന്തൊരു മനസ്സൊന്ന് നോക്കിക്കേ. ഞാൻ പ്രാഗിയെ പലിക്കും കുമാരി. അതുകൊണ്ട് അവക്ക് ഇത്ര വിഷമോ. ഞാൻ അപ്പുണ്ണിയെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവോ? അപ്പുണ്ണിയോടും പറയൊന്നുമില്ല. അല്ല പറഞ്ഞാലേ പ്രാഗി കണ്ണു പൊട്ടിക്കഴിഞ്ഞാ പിന്നെ കാണാനൊരു ചേലും കാണത്തില്ല. അതാ. അപ്പുണ്ണിയാണ് ഇത് പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തായിരിക്കും കാര്യം? എന്തായ പുണ്യേട്ടാ? പങ്കിയമ്മ കുഞ്ഞമ്മയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെന്ന് കിട്ടണോട്ടി. ഇപ്പൊ പരോള് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് തന്നെ തിരിച്ചു പോയിണ്ടാവോന്ന് വിചാരിച്ചിട്ട് ആ വഴി ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി. പക്ഷെ പരോളിന്റെ ദിവസങ്ങൾ തീർന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എവിടെ പോയിന്നൊരു പിടുത്തം കിട്ടണില്ല. രാധേച്ചിക്ക് കൂട്ടുകാരികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനി അവരെ വീട്ടിലെങ്ങനെ പോയതായിരിക്കുമോ? കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു ജയിലിൽ പോണതിന് മുമ്പ്. ജയിലിൽ പോകാൻ ശേഷം എല്ലാരും ഇട്ടേച്ചു പോയതല്ലേ? അതൊക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പുണ്ണി. ആരങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ കൂടാൻ നിൽക്കുക. അതിലൊന്നും ഇപ്പൊ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവുന്നുള്ളതാണ്. ഞാനും ആ വഴിക്കൊന്ന് 2 വീടുകളിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും പോവില്ല. വരികയാണെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുള്ളൂ. ആളങ്ങനെയൊന്നും പോകുന്നതല്ല. പങ്കിയാമ്മ, അമ്മ താമസിക്കുന്ന ആശ്രമത്തിൽ അന്വേഷിച്ചായിരുന്നോ? എന്താ ഈ കുട്ടി പറയണ? അതിന് സീതേച്ചി ആശ്രമത്തിലാന്നുള്ളത് കുഞ്ഞേച്ചിക്ക് അറിയില്ലല്ലോ. അല്ല, എന്നാലും
ഏയ് അതൊന്നും അറിയില്ല, ഒന്നും ആ വഴിക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ലല്ലോ. അല്ല അപ്പുണ്ണി എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? ആര് എന്ത്? സീതേച്ചി ആശ്രമത്തിലാന്നുള്ള കാര്യം രാധേച്ചിയോട് അങ്ങനെ അബദ്ധവശാ പറഞ്ഞിട്ടുണ്ടോ? ഏയ് അങ്ങനെ ആരെങ്കിലും പറയോ അമ്മാവാ? പങ്കിയമ്മാനോ? എന്ത് വിവരക്കേടാ ഈ പറയണ? ഇത്തിരി ബുദ്ധിബോധമുള്ളവർ ആരെങ്കിലും പറയോ അത്? ഞാൻ എന്തായാലും പറയത്തില്ല. ഞാനും പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോ തിരിച്ചു വരുമായിരിക്കും. എവിടെ പോയിന്ന് പിടുത്തല്ലാത്തത്, അതാണിപ്പോ. വരുമ്പോ വരട്ടെ. കഴിവ് ഞാൻ തൊഴുത്തിലുണ്ടാവും കേട്ടോ. വെള്ളം വേണോ? വേണ്ടുമ്പോ ഞാൻ അകത്ത് പോയി കുടിച്ചോളാം. നിനക്ക് കുടിക്കാനല്ല, ബക്കറ്റ് വെള്ളം വേണോന്ന്. അതോ? ഞാൻ അലക്കി കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് നൽകി കഴിഞ്ഞു? ആ ചേച്ചി കഴിഞ്ഞു, ഇനി വിരിക്കാൻ പോവാ. ഇരിക്കാൻ പോലെ ഉറുമുണ്ടല്ലേ? പുണ്യേ ഇത് പറിക്കട്ടെ. അത് പറിക്കണ്ട, അത് മൂപ്പായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അപ്പുള്ളി പറിച്ചേക്കെയോ? ഇതൊക്കെ മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കീറിയതുണ്ടോ? അപ്പൊ മൂപ്പാ. ഇതൊക്കെ മൂപ്പാണെങ്കിൽ ഇനി 1 മാസം സമയം എടുക്കും. ആ അപ്പൊ ഇതോ? അതൊരു 2 ആഴ്ച എടുക്കും മൂക്കാൻ. അപ്പുണ്ണിക്ക് എങ്ങനെ ഇത് കൃത്യമായിട്ട് അറിയാന്നേ? ഇതൊക്കെ കൊറേ കാലായിട്ട് ചെയ്യണല്ലോ അപ്പുണ്ണി. അപ്പുണ്ണി ഇതൊക്കെ ചെയ്യണോണ്ടാണ് കൊട്ടിലപ്പാട്ടിലെ കഞ്ഞിയൊക്കെ കുടിച്ചു പോണത്. ബാക്കിയുള്ളവർക്കൊക്കെ പത്രാസുള്ളൂ, പേരും പത്രാസും. അപ്പുണ്ണി ഈ പണി നിർത്തിയാണ്ടല്ലോ ഇവിടെ കഞ്ഞൂടി മുട്ടും. അതുണ്ടാവുക. ചേട്ടാ ഈ പുല്ലൊക്കെ എത്ര വേഗത്തിലാ വളർന്നേ. വൃത്തിയാക്കിയാലും ഒരു കാലത്തും തീരൂല. ഞാൻ പറഞ്ഞാ കേട്ടോണം, ഇല്ലെങ്കിൽ ഞാൻ പറിച്ചു കളയും കേട്ടോ. വളർന്ന മര്യാദയ്ക്കും. നീ ആ പുണ്യേട്ടും പഠിക്കണ ഒറ്റയ്ക്ക് വർത്താനം പറയണേ. പിന്നെ ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോ ഒറ്റയ്ക്കല്ലേ വർത്താനം പറയാൻ പറ്റുള്ളൂ. ഓ എന്താ ഇത്ര പറയാൻ? അതൊക്കെ ഉണ്ട്. അല്ല ചേച്ചി തന്നെ നോക്കിക്ക, എന്തോരം പുല്ല ഇവിടെ വളർന്നിരിക്കുന്നേ. എത്രയെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വൃത്തിയാക്കുന്നേ. പുല്ലാകുമ്പോ വളരില്ലേ? വളർന്നോട്ടെ. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് സഹായിക്കണം. അതിന് നീണ്ടല്ലോ, നീയല്ലേ പുല്ല് പറിക്കുന്ന ആൾ. ചേച്ചി ചുമ്മാ ഡയലോഗ് അടിക്കാതെ എന്നെ ഒന്ന് സഹായിക്ക്. എനിക്ക് പറ്റില്ല. എന്താ? വാവയുള്ളോണ്ടേ വാവ വിളിച്ച അപ്പ എനിക്ക് പോണം. പിന്നെ വാവ എവിടെ ഒന്ന് വിളിക്കാൻ പോവാ? അമ്മേ വാവാന്ന്. എന്റെ ചേച്ചി ചുമ്മാ ഒന്ന് സഹായിക്ക്. എനിക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു കമ്പനി തരാം. എങ്ങനെ? ഒറ്റയ്ക്ക് വർത്താനം പറയണ്ട, ഞാൻ വർത്താനം പറയാം. ഓ ആയിക്കോട്ടെ കേട്ടാ. എന്നിട്ട് പറ. എന്ത്? എന്തെങ്കിലും പറഞ്ഞു. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തേ. ചേച്ചിക്ക് ഈ ലോകത്ത് എത്ര തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നറിയോ? ഈ ലോകത്ത് 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അതേതൊക്കെയാ? ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും. എന്നാലേ എന്റെ കാഴ്ചപ്പാടിൽ അതല്ല. പിന്നെ എന്റെ കാഴ്ചപ്പാടില് ജയിലിൽ പോയിട്ട് നന്നായവരും ജയിലിൽ പോയിട്ട് നശിച്ചു പോയവരുണ്ട്. നമ്മുടെ കുഞ്ഞമ്മേ ഇതിലേത് ഗണത്തിൽപ്പെട്ടാന്ന് പറയാവോ? കുഞ്ഞമ്മ നന്നായതാ. അതെ. എടി ഈ കുഞ്ഞമ്മ എന്തൊരു പാവാടി. നമ്മുടെ അമ്മയെ അപേക്ഷിച്ച് നോക്കുമ്പോണ്ടല്ലോ. ശരിയാന്നേ. ഈ കുഞ്ഞമ്മയില്ലേ ജയിലിൽ പോയിട്ട് വർഷങ്ങളോളം അതിനകത്ത് കിടന്നല്ലോ. അപ്പൊ പുറം ലോകം ഒന്നും കാണാതെ മനസ്സൊക്കെ മരവിച്ച ഒരവസ്ഥയിലായിരിക്കും. അപ്പൊ പിന്നെ അവർക്ക് എന്ത് കണ്ടാലും കേട്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല, ഭയങ്കര കൂളായിരിക്കും. നമ്മുടെ അമ്മയെ വെച്ച് നോക്കുമ്പോ എന്ത് പാവല്ലേ. അതാ പാവം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിരിക്കും, ചിലപ്പോ കാര്യം. അത്രേ ഉള്ളൂ. എന്നാലും എവിടെ പോയതായിരിക്കും? വേഗം ഒന്ന് വന്നാ മതിയായിരുന്നല്ലേ പാവം. കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇത് എവിടെയായിരുന്നു? എത്രയായി? 150. എത്ര? 150. 150? എടാ കഴിഞ്ഞ തവണ നീ അവിടുന്ന് 80 പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് 120 വാങ്ങിച്ചു. ഇത്ര പെട്ടെന്ന് അങ്ങനെ 30 രൂപ കൂടി? കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഞാൻ പറഞ്ഞ ചേച്ചി വഴി മുഴുവൻ കുണ്ടും കുഴിയുക. 120 ഓടിയ മുതലാകത്തില്ല. ഈ പേരും പറഞ്ഞിട്ടല്ലേ നീ കഴിഞ്ഞ തവണ 80 എന്ന് പറഞ്ഞിട്ട് 120 വാങ്ങിച്ചേ. ഇപ്പൊ എന്താ പുതിയ കുണ്ടും കുഴിയും വേറെ വന്നോ? ചേച്ചി ഉമ്മ കണകുണ പറയാൻ പൈസ ഇങ്ങതാ. കണകുണ പറയാണ്ട് പൈസ തരാനോ? ഓടിക്കഴിഞ്ഞാൽ പൈസ തരണം. ഓട്ടം കഴിയുമ്പോൾ അല്ലെങ്കിലും ഉള്ള ഇതുപോലെ. ഈ വാഹനത്തിലേ
പെട്രോളാണോ അതോ വിമാനത്തിൽ ഒഴിക്കണ ഇന്ധനാണോ ഒഴിക്കുന്നത്? കുഞ്ഞമ്മേ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം, കുഞ്ഞമ്മ അകത്തേക്ക് വെക്കോ. ഞാൻ വന്ന ഓട്ടോ കാശ് കൊടുക്കാൻ എനിക്കറിയാം, അതിന് നിന്റെ സഹായം ഒന്നും വേണ്ട കേട്ടോ. സംസാരിച്ചോണ്ട് നിന്ന് അതിന്റെ വെയിറ്റിംഗ് ചാർജ് കൂടി തരേണ്ടി വരും. പിന്നെ പറഞ്ഞില്ല എന്ന് പറയുന്നു. ഓഹോ, അപ്പൊ വെയിറ്റിംഗ് ചാർജ് കൂടെ കൂടും. ഇങ്ങനെ പോയ വെയിറ്റിംഗ് ചാർജ് കൂടി തരേണ്ടി വരും. മോനെ നിങ്ങടെ ഇറങ്ങി. എന്തിനാ? നിന്റെ കയ്യിലോട്ട് ആ കാശ് കയ്യോടെ തരാന്ന് വിചാരിച്ചില്ല. ഒന്നല്ല അപ്പൊ എത്ര രൂപയെന്നാ പറഞ്ഞേ? 150. 150 രൂപ ഞാൻ തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങിയിട്ടേ പോവൂ. ആണോ? ആ, നീ വാങ്ങിയിട്ടേ പോവോ? ഓടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടേ പോവൂ. അത് ശരി. എന്നാ നീ ഇന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. കുഞ്ഞമ്മ അയാൾ ചത്തുന്ന് തോന്നുന്നു. അത് ബോധം വീഴുമ്പോ എണീറ്റ് പോക്കോളൂ. എന്താ ഇങ്ങനൊക്കെ? എന്താ ഇങ്ങനെയൊക്കെ? ഒന്നും അറിഞ്ഞൂടാ. എന്റെ ചേച്ചിനെ നീയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കി വിട്ടതാണല്ലേടി? അല്ല, അമ്മ തന്നെ പോയതോ? അതെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിയുടെ അടുത്തുനിന്നാ ഞാനിപ്പോ വരുന്നത്. എന്റെ ചേച്ചി ഇവിടുന്ന് മനസ്സ് വിഷമിച്ച് ഇറങ്ങി പോയപ്പോഴേ അട്ടത്തൊളിച്ചിരുന്ന ഒരുത്തരുണ്ടായിരുന്നല്ലോ, വലരാമേട്ടൻ. അയാളടക്കം ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഇപ്പൊ എന്റെ കൺമുനി കൊണ്ടെത്തിച്ചിരിക്കണം. അല്ല കുഞ്ഞമ്മ, പോയി വിളിച്ചോളൂ പാടി. ഇനി നിന്നോട് പ്രത്യേകിച്ച് വേറെ പറയണോ? പോയി വിളിച്ചോളൂ പാടി. ഈ ജാതിത്തോട്ടോ അപ്പുണ്ണിയുടെ തൊഴുത്തും ഒക്കെ കൂടെ കാണുമ്പോഴേ മൊത്തത്തിൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാ. സുൽത്താത്തക്കെങ്കിൽ അത് തോന്നിയല്ലോ. ആർക്കും അങ്ങനെ തോന്നാറില്ല. അതെ, ഒരു വീട്ടില് തൊഴുത്തില് 2 പശുക്കൾ ഉണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യ. ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഈ കൊട്ടിലപ്പാട്ടിന്റെ മൊത്തം ഐശ്വര്യം. അത് ഇവിടെ പലർക്കും അറിയില്ല. അത് തന്നെയല്ല, എന്തൊരു സമാധാനമാ. കാര്യം എന്തേലുമൊക്കെ വഴക്കും ലഹളയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മൊത്തത്തിലൊരു സമാധാനമുണ്ട്. അതാണ് കൊട്ടിലപ്പാട്ട്. എന്തോ ഓടി വരണേ? ആകെ കുഴപ്പമായി. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയോ? പക്ഷെ അപകടം പറ്റിയിട്ടില്ല, പക്ഷെ ചിലപ്പോ പറ്റുമായിരിക്കും. എന്താ കാര്യം? അപ്പുണ്ണിട്ടാ രാധ കുഞ്ഞമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. രാധ കുഞ്ഞമ്മ വന്നതിന് നീ എന്തിനെങ്ങനെ പേടിച്ചു പറയണേ? സന്തോഷത്തോടെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ കുഞ്ഞമ്മയല്ലേ. അയ്യോ, അത് അങ്ങനല്ല. നമ്മളൊക്കെ കൂടെ അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു കലി തുള്ളിയാ വന്നിരിക്കുന്നേ. വന്നിറങ്ങിയ പാടെ കൊണ്ടുവിട്ട ഓട്ടോക്കാരന്റെ മോന്ത് നോക്കി ഒറ്റ ഒന്ന് കൊടുത്തു. അയാളുടെ ചെവിക്കല്ല് അടിച്ചു പോയെന്നാ തോന്നുന്നേ. ആനയ്ക്ക് മധു ഇളകിയ പോലെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതെ, അമ്മ നമ്മളോട് ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങി പോയതാന്ന് കുഞ്ഞമ്മ എങ്ങനെ അറിഞ്ഞേ? അതെനിക്ക് അറിയത്തില്ല. ചിലപ്പോഴേ ആശ്രമത്തിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞായിരിക്കും. അമ്മ ആശ്രമത്തിലുണ്ടെന്ന് കുഞ്ഞമ്മ എങ്ങനെ അറിഞ്ഞേ? എനിക്ക് അറിഞ്ഞൂടാ പുണ്യേട്ടാ. ഷൈന, നീട്ട് അറിയാണ്ട് പറഞ്ഞു പോയിണ്ടോ? പുണ്യേട്ടാ, തോന്നിയാസം പറയരുത് കേട്ടോ. ഞാനല്ല പറഞ്ഞേ. അവൾ അങ്ങനൊന്നും പറയത്തില്ല പുണ്ണി. മകതിരിയുള്ള കൊച്ച അവള്. അതെ, നല്ല ദേഷ്യത്തിലാണോ വന്നിരിക്കണേ? അപ്പൊ ഇത്രയും നേരം ഞാൻ എന്തോന്നാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിലേ അപ്പുണ്ണി കിണറ്റിൽ വീണ് ചത്തുപോയി. ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരികയാണ്, നീ പോയി പറ. അയ്യ, അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും വരില്ല. അപ്പുണ്ണി എന്നെ കണ്ട ഉടനെ ചിലപ്പോ കുഞ്ഞമ്മ എടുത്ത് കിണറ്റിലിട്ടോളും. ഷായന, എന്ത് ഓർത്താനാ നീ പറയുന്നേ? അങ്ങനെ ചോദിക്കും. കൊല്ലാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? കിണറ്റിൽ തന്നെ ഇടണമെന്നുണ്ടോ? വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് അവരെ അത്രയ്ക്ക് വകതിരിവില്ലാത്ത സ്ത്രീയാണോ? എന്റെ ഉമ്മ, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോഴേ ഇവിടുന്ന് വർത്താനം പറയാതെ അങ്ങോട്ട്, അല്ലെങ്കിൽ ചിലപ്പോ അവരിങ്ങോട്ട് വരും. ഈ കുഞ്ഞമ്മ എത്ര ദേഷ്യത്തോടെ വരുന്ന അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ഊട്ടിക്കറ്റ് ടൂർ പോയിരുന്നു. ശരിയാ എന്റെ പൊന്നപ്പുണ്ണേട്ടാ. ഈ തറവാട്ടി കിടന്ന് മരിക്കുന്നതിനെ ഒരു അന്തസ്സൊക്കെ ഉണ്ട്. വേറെ വല്ലയിടത്തും പോയിട്ട് അവിടെ വന്ന് നമ്മളെയൊക്കെ കൊല്ലുവാണെങ്കിലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കൊച്ചെ, ചത്ത ശവത്തിന് എന്ത് അന്തസ്? എവിടെ കിടന്ന് ചത്താലെന്ത്? നമ്മൾ അറിയാൻ പോകുന്ന എവിടെ കിടന്നാ ചത്തേന്ന്. എന്നാലും നിങ്ങൾ വാ അപ്പുണ്ണിയുടെ, വേഗം വാ. അപ്പുണ്ണി, ഏതായാലും മരണം ഉറപ്പാ. അങ്ങോട്ട് പോയി മേടിക്കുന്നതാ നല്ലത്. അപ്പുണ്ണി, നിന്നെ രാധകുഞ്ഞമ്മ നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നിങ്ങളല്ല നമ്മളെയാണ്. അല്ല, എന്നെ കൊള്ളില്ല. ഞാൻ ഈ തറവാടിലെ അല്ലല്ലോ. അത് തന്നെയല്ല, സീതേച്ചി പോകുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് എന്നെ വെറുതെ വിടും. നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്ന വാർത്ത എന്തായിരിക്കും എന്നറിയോ? കൊട്ടിലപ്പാട്ട് കൂട്ടക്കൊല. അങ്ങനെ ആയിരിക്കും. സുൽത്താത്തൊന്നും മിണ്ടാണ്ടിരിക്കും, വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കണ്ടേ. അത് മതിയാ പുണ്ണി, അതിനൊരു ഇമ്പം ഒക്കെ ഉണ്ട്. ആ ഇമ്പം നീ നടക്കില്ല. എന്തായാലും പത്രക്കാരോട് വിളിച്ചു വരും. കൂട്ടക്കൊല അത് മതി.
വെയിറ്റ് ചെയ്തിരുന്നിരുന്നേ പുള്ളിക്കാരി ഇങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ സീതേച്ചി ഉറങ്ങിയിട്ടില്ല, ചിരിച്ചുകൊണ്ട് കയ്യിലിരിപ്പുണ്ടില്ല. മിണ്ടാതിരിക്കുമ്പോ കുഞ്ഞമ്മേ കുഞ്ഞമ്മേ കുഞ്ഞമ്മേ. ഹലോ, ഇത് ഉറങ്ങൊന്നും അല്ല, സൈലന്റ് അറ്റാക്ക്. അയ്യത്തായി ചെന്ന് നോക്കടാ. അയ്യോ വലിയ ജീവനുണ്ട്. മാറിക്കോളാം അവിടെ. ഒന്ന് കണ്ണടച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങ് ചത്തുന്നാക്കിയല്ലേ. അതാണ് ഞാൻ വിചാരിച്ചു മയ്യത്തായിന്ന്. ചുമ്മാ ഇരിക്കുക. എടി, ഇത്ര ഉള്ളോ ഈ കുടുംബത്തിലെ അംഗങ്ങള്? ഇത്ര പേരെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് പല വഴിക്ക് പോയിരിക്കാം, വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ ലേറ്റ് ആവും. ഈ തായ് വഴിയിലും തന്ത വഴിയിലും വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അയ്യോ വേണ്ടേ. അതെ, ഞാൻ പറയുന്നത് അവരെ ഒന്ന് അങ്ങ് അറിയിച്ചാ മതി. അത് ഞാൻ അറിയിച്ചോളാം. ഈ തറവാടിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, ഹാപ്പി ഫാമിലി. അതിൽ ഞാൻ കുഞ്ഞമ്മയുടെ തീരുമാനമൊക്കെ ഇട്ടോളാം. രാധേ, എന്തിനാ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പറയാം, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അമ്മയുടെ കൂടെ കുഞ്ഞമ്മയും സന്യാസത്തിന് പോണ കാര്യം പറയാനാണോ? അയ്യടാ, ഞാനും കൂടെ ഇവിടെ അങ്ങ് ഇറങ്ങി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഇവിടെ അങ്ങ് കഴിയാലോ. രാധേച്ചി എന്താ അങ്ങനത്തെ വർത്താനം പറഞ്ഞേ? സീതേച്ചി ഇവിടുന്ന് ആരും ഇറക്കി വിട്ടൊന്നും അല്ല, സീതേച്ചി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതാ. ദേ, സീതേച്ചി ഇവിടുന്ന് ഇറങ്ങി പോയതിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അത് ഞാനിവിടെ പറയാൻ നിന്നാലുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ തല്ലിക്കൊന്ന് വീണ്ടും ജയിലിലേക്ക് പോകും. തൽക്കാലം അതിനുള്ള സമയം എനിക്കില്ല. സീതേച്ചിയെ കുറെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? ചേച്ചി കുറച്ച് തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ എന്ത് തീരുമാനങ്ങള്? അതായത് ചേച്ചിയുടെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ ചേച്ചിയുടെ മക്കൾക്കോ മരുമക്കൾക്കോ ആകപ്പാടെയുള്ള ഞങ്ങളുടെ ഒരു മണഗണാഞ്ചൻ അനിയനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചേച്ചിയുടെ സ്വത്ത് വകകളിൽ ഈ പറഞ്ഞ മക്കൾക്കോ മരുമക്കൾക്കോ അനിയനോ യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല. അതെന്താ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കണേ? തീർന്നിട്ടില്ലടാ. ചേച്ചിക്ക് അവകാശമുള്ള ഈ കൊട്ടിലപ്പാട് തറവാടിന്റെ ഒരു പകുതി ചേച്ചി ഇപ്പൊ താമസിക്കുന്ന ആശ്രമത്തിന്റെ പേരിൽ എഴുതി വെക്കും. ബാക്കി പകുതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും. പിന്നെ വേറൊരു കാര്യം, ആ തെക്കേപ്പാടത്ത് കിടക്കുന്ന ഒരു പറമ്പില്ലേ, ഒരു 4 സെന്റ് സ്ഥലം, അത് വിറ്റ് അതിന്റെ കാശ് ഈ ബലരാമേട്ടനെ ഏൽപ്പിക്കണം. എനിക്കെന്താ ഓർമ്മയില്ലേ, പണ്ട് ചേച്ചിയോട് ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നേ? അതിനുള്ളതാ ഈ കാശ്. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ പതുക്കെ നേരെ ആശ്രമത്തിലോട്ട് വന്നാ മതി. ചേച്ചി അവിടെ ചേട്ടനൊരു ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശിഷ്ടകാലം സുഖമായിട്ട് അവിടെ കഴിയാം. അല്ല, അത് അവള് മാത്രം തീരുമാനിച്ചാൽ മതിയോ? കുട്ടലപ്പാട്ട് എന്നെ കൂടാ? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇത് ഞാൻ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞതെന്നറിയോ? പണ്ട് നാടകം കളിക്കാൻ പോയിരുന്ന സമയമില്ലേ, ആ സമയത്ത് ചേച്ചിയുടെ പേരിൽ സ്വത്ത് എഴുതി മാറ്റിയ ഒരു കഥയില്ലേ, അതൊന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞായിരുന്നു. അച്ഛാ, സ്വത്ത് കൊണ്ട് അമ്മയുടെ പേരിൽ എഴുതി വെച്ചോ? ആനന്ദേട്ടനും അമ്പിളി നമ്മുടെ ഇല്ലാഞ്ഞ നന്നായിട്ട് അച്ഛാ, ഓരോ വിവരക്കടച്ച് അറിയിച്ചിട്ട്. രാധേ, ഈ പഴയ കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ. അവൾ ഇത്രയും വാശിയോടുകൂടി പറഞ്ഞപ്പോഴേ ചേച്ചി ഈ വാശിയൊക്കെ കളഞ്ഞേക്ക് വീട്ടോട്ട് കയറി വാ എന്ന് രാധയ്ക്ക് അവളോട് പറയായിരുന്നല്ലോ. ഞാൻ എന്തിനാ പറഞ്ഞു? ചേച്ചി പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് എന്തിനാന്ന് ചേച്ചിയുടെ സ്വത്തും സമ്പാദ്യവും? അതെ, അമ്മ അമ്മയുടെ അപ്പന്റെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. കുഞ്ഞമ്മ പറഞ്ഞു അമ്മ കൊണ്ട് വരുമായിരുന്നു. ചേച്ചി വരാന്ന് പറഞ്ഞത് കൊണ്ടേ. കണ്ടോ? പക്ഷേ എന്താ പക്ഷേ? അതെ, ഞങ്ങളുടെ ഒരു മണഗുണാഞ്ചൻ അനിയൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, പങ്കി. അവൻ ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ, സാറാമ്മ. രാഷ്ട്രീയക്കാരി സാറാമ്മ. അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ആ നിമിഷം ചേച്ചി ഈ വീട്ടിലുണ്ടാവും. എന്തേ, പറ്റുമോ? പറ്റില്ലല്ലോ എന്നാ കേട്ടോ, ഒരേ ഒരാഴ്ച അതിനുള്ളിൽ കെട്ടും കിടക്കിയായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങിക്കോണം എല്ലാണോ. ഇല്ലെന്നെങ്കിലുണ്ടല്ലോ എല്ലാത്തിനും തല്ലിക്കൊന്ന് കുഴിച്ചുകൂടി ഞാൻ വീണ്ടും ജയിലിലേക്ക് പോകും. ജീവപര്യന്തം എന്നുള്ളത് കൊലക്കയറാവും, അത്രല്ലേ ഉള്ളൂ. എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാ, സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്യും.
ഒരാഴ്ച, ഒരേ ഒരാഴ്ച, കേട്ടല്ലോ? പങ്കു, ഇങ്ങനെ കൂടുതൽ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നാത്തൂരിപ്പൊ ഇങ്ങോട്ട് വരാത്തത് ഞാനിവിടെ നിൽക്കുന്നോണ്ടാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അങ്ങനെ ചേച്ചിയൊരു വാശിക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇത് വാശിയുടെ ഒന്നും പ്രശ്നമല്ല. അപ്പൊ നാത്തൂന്റെ ഡിമാൻഡ് എന്താ? ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാവുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിട്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നെങ്കിലേ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട.